2024 മാർച്ചിൽ CAG തരുന്ന റിപ്പോർട്ടിൽ പറയുന്ന കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ബജറ്ററി ബോറോയിങ്, അതായത് 2024 ബജറ്റ് വഴി സംസ്ഥാന ഗവൺമെൻറ് ബോറോ ചെയ്തത് 3.85 ലക്ഷം കോടിയാണ്. അപ്പോൾ കിഫ്ബി വഴി എടുത്ത കടം 5109 കോടി. രണ്ടാമത് ഉള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. അതായത് പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ, ഏത് പെൻഷൻകാർക്ക്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണിത്. ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പ്രവർത്തിക്കുമ്പോഴാണ് 5-6 മാസമൊക്കെ 4-5 മാസമൊക്കെ കുടിശ്ശികയാകാറുള്ളത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് ഓർക്കണം. അപ്പം അതുവഴി എടുത്ത കടം 2949 കോടി. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്ത ബോറോയിങ്, അതായത് തുടങ്ങിയ പ്രീവിയസ് ഇയേഴ്സിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ കിഫ്ബിയും 2016 മുതൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ KSSPL-ഉം കിഫ്ബിയും. അപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ കിഫ്ബിയും KSSPL-ഉം എടുത്ത കടം എല്ലാം കൂടി ചേർന്ന് 21,417 കോടി. അങ്ങനെ CAG ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയെടുത്തപ്പോൾ 4,14,475 കോടിയായിരുന്നു 2024 മാർച്ചിലെ കേരളത്തിൻ്റെ കടം.